Hello my dear students, welcome to the last episode of oscillations. In this episode, we are mainly discussing few illustrative examples. Okay, let us start with a problem related to potential energy and force. A particle of mass m is located in a unidimensional potential field where potential energy of the particle depends on the coordinate x as, that is given potential energy u of x is equal to u0 is a constant minus u0 cos cx, it is given. Okay, where u0 and c are constants. u0 and c are constants. Find the period of oscillation. ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ എന്താ? നിങ്ങൾ വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി ആർ. കൺസർവേറ്റീവ് ഫീൽഡിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷനാണ് എഫ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ്. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഫോഴ്സ്. ഓക്കെ, സോ F is equal to minus d by dx of this one, u naught minus u naught cos cx. Okay, then F is equal to u0, it is a constant, so derivative of this u0 is 0 minus, then product rule apply ചെയ്യണം. u0 constant ആണ്, അങ്ങനെ നിൽക്കട്ടെ. cos cxൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos cxൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ സി എക്സ് ഇൻറ്റു സി ആണല്ലോ. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി, പുറത്തൊരു മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വരുന്നു? എഫ് ഈക്വൽ ടു ഓക്കെ മൈനസ് സി യു സീറോ ഇൻറ്റു സൈൻ സി എക്സ്. ഓക്കെ, കറക്റ്റ് അല്ലേ? അതെ, സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഈസ് വെരി വെരി സ്മോൾ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എഴുതാം എഫ് ഈസ് ഈക്വൽ മൈനസ് സി യു നോട്ട് ഇൻറ്റു സി എക്സ്. ഫോർ സ്മോൾ വാല്യൂ ഓഫ് തീറ്റ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. എം എ ഈസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ യു നോട്ട് ഇൻറ്റു എക്സ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ യു നോട്ട് ബൈ എം ഇൻറ്റു എക്സ്. നമുക്ക് ഈ ഇക്വേഷൻ ആരുമായി കമ്പയർ ചെയ്യാം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു സി സ്ക്വയർ യു നോട്ട് ബൈ എം. അപ്പോൾ ഒമേഗ ഈക്വൽ ടു അതിൻ്റെ റൂട്ട് വരും അല്ലേ? ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് സി സ്ക്വയർ യു നോട്ട് ബൈ എം. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ പറയും എല്ലാവരും, 2π ബൈ ഒമേഗ. സോ 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ഡിവൈഡഡ് ബൈ സി സ്ക്വയർ യു നോട്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ഫ്രീക്വൻസി ചോദിച്ചാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ നിങ്ങൾ ഗ്രാവിറ്റേഷനൊക്കെ പഠിച്ചിരുന്നു. കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ആണെങ്കിൽ the relationship between potential energy and force is F equal to minus du by dx. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് വന്നു. ഒരു അപ്രോക്സിമേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ആർഗ്യൂ ചെയ്ത് സൈൻ സി എക്സ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ സി എക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ജനറൽ പ്രൊസീജിയറാണ്. നിങ്ങൾ ആദ്യം ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എഴുതണം. അതിൽ നിന്ന് ആംഗുലാർ വെലോസിറ്റി കാണണം, ആംഗുലാർ വെലോസിറ്റി ഓർ ആംഗുലാർ ഫ്രീക്വൻസി കാണണം. അതിൽ നിന്ന് ടൈം പീരീഡ് എടുക്കണം. ക്ലിയർ അല്ലേ? അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. A small block is placed on a wooden plank which is oscillating harmonically in vertical direction with a period t. At what amplitude of motion will the block separated from the plank? അപ്പോൾ സപ്പോസ് ഇതാണ് പ്ലാങ്ക് എന്ന് വിചാരിച്ചോളൂ, ഇതാണ് ബ്ലോക്ക് എന്ന് വിചാരിച്ചോളൂ. ഓസിലേറ്റിംഗ്. ഓക്കെ, ഓസിലേറ്റിംഗ്. ഇതാണ് മീൻ പൊസിഷൻ, അപ്പർ എക്സ്ട്രീം, മീൻ പൊസിഷൻ, ലോവർ എക്സ്ട്രീം, അങ്ങനെയാണല്ലോ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ഓസിലേറ്റ് ചെയ്യുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ ഹാർമോണിക് ആണല്ലോ. എന്താ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ?
എല്ലാവർക്കും അറിയാം ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ എ. മാക്സിമം വരുന്നത് എവിടെയാണ്? മീനിലാണോ അതോ എക്സ്ട്രീമിലാണോ? ആക്സലറേഷൻ മാക്സിമം ആവുന്നത് എക്സ്ട്രീമിലാണല്ലോ. ഇനി നിങ്ങൾ നോക്കൂ, ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, പ്ലാറ്റ്ഫോമിലിരിക്കുന്ന ഈ ബ്ലോക്ക്, ഇറ്റ് ഈസ് സിംപ്ലി പ്ലേസ്ഡ്. നോ ഫിക്സിങ് ഈസ് ദർ, ലൈക്ക് നോ സ്ക്രൂയിങ് ഈസ് ദർ, നോ ഗം അറേഞ്ച്മെൻറ്റ് ഈസ് ദർ, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗത്തിരിക്കുന്ന ബോഡിക്ക് ആൾവേസ് അവിടെ ഇരിക്കാൻ പറ്റാനുള്ള കണ്ടീഷനാണ് ചോദിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മീൻ, എക്സ്ട്രീം, മീൻ, അതർ എക്സ്ട്രീം, മീൻ, അതർ എക്സ്ട്രീം, അവിടുന്ന് താഴേക്ക് പോരുമ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ, പ്ലാറ്റ്ഫോമിൻ്റെ ആക്സലറേഷൻ എ ഒമേഗ സ്ക്വയർ, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സെപ്പറേറ്റ് ആവും. അപ്പം സെപ്പറേറ്റ് ആവാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? പ്ലാറ്റ്ഫോം മീനിൽ നിന്നും എക്സ്ട്രീമിലെത്തി താഴേക്ക് പോരാൻ തുടങ്ങുന്ന സമയത്തുള്ള ആക്സലറേഷൻ്റെ വാല്യൂ ഒരു കാരണവശാലും ആരെ എക്സീഡ് ചെയ്യരുത്? ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സീഡ് ചെയ്യരുത്. ഫോർ ദിസ് ബ്ലോക്ക് ടു ബി റിമെയിൻ ഓൺ ദിസ് പ്ലാറ്റ്ഫോം, the condition is A maximum should be equal to or less than G. ലെസ് ആയ നോ ഇഷ്യൂ, അവിടെ തന്നെ ഇരിക്കും, കോണ്ടാക്റ്റിൽ തന്നെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറുന്നു, അതിൻ്റെ മുകളിൽ നിങ്ങളൊരു പ്ലാറ്റ്ഫോം വെച്ചു, എന്നിട്ട് നിങ്ങൾ താഴേക്ക് ചാടുമ്പോൾ നിങ്ങൾക്കറിയാം, വാക്വത്തിലാണെങ്കിൽ നിങ്ങളുടെ ആക്സലറേഷനും ഇതിൻ്റെ ആക്സലറേഷനും സെയിം ആയതുകൊണ്ടാണല്ലോ അതവിടെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു യുവർ ബോഡി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ആക്സലറേഷൻ കൂടുതലും മുകൾ ഭാഗത്ത് വെച്ചിരിക്കുന്ന ബോർഡർ ആക്സലറേഷൻ കുറവുമായാൽ എന്ത് സംഭവിക്കും? സെപ്പറേറ്റ് ആവില്ലേ? കാരണം എൻ്റെ ആക്സലറേഷൻ കൂടുതലാണ്, എൻ്റെ വെലോസിറ്റി പെട്ടെന്ന് കൂടുന്നു, അത്രത്തോളം ഇയാളുടെ വെലോസിറ്റി കൂടുന്നില്ല, അപ്പോൾ സെപ്പറേറ്റ് ആവില്ലേ? അപ്പോൾ സെപ്പറേറ്റ് ആവാതിരിക്കാനുള്ള കണ്ടീഷൻ ഈ കേസിൽ പ്ലാറ്റ്ഫോമിൻ്റെ ആക്സലറേഷൻ ഒരിക്കലും ആരെ എക്സീഡ് ചെയ്യരുത്? ജി എക്സീഡ് ചെയ്യരുത്. അതെവിടെ വെച്ചാൽ മെയിൻലി സംഭവിക്കുക? മുകളിലെത്തി, ഹയസ്റ്റ് പോയിന്റിലെത്തി താഴേക്ക് പോരാൻ തുടങ്ങുന്ന സമയത്താണ് സെപ്പറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. എ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി. സോ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ, നമ്മളവിടെ എന്താ കാണാൻ പറഞ്ഞത്? അറ്റ് വാട്ട് ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു ജി ബൈ ഒമേഗ സ്ക്വയർ. കറക്റ്റ് ആണല്ലോ? അതാണ് ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ വിൽ ദ ബ്ലോക്ക് സെപ്പറേറ്റ് ഫ്രം ദ പ്ലാങ്ക്. ചിലപ്പോൾ നിങ്ങളോട് ടൈം പീരീഡ് ചോദിക്കാം. അങ്ങനെ നിങ്ങൾ ഒമേഗ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എ എന്ന് വരും. അതിൽ നിന്ന് ടൈം പീരീഡ് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ നിങ്ങളതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് പ്ലാറ്റ്ഫോം, ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ്. അയാൾ ആംപ്ലിറ്റ്യൂഡ് എത്ര വരെ പോകാമെന്നാണ് ക്വസ്റ്റ്യൻ. അയാൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലോക്ക് അതിന് മുകളിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കണം. അതിൻ്റെ കണ്ടീഷനാണ് ആക്സലറേഷൻ ഓഫ് ദ ബ്ലോക്ക് ജി ആണല്ലോ. ആക്സലറേഷൻ ഓഫ് ദ പ്ലാറ്റ്ഫോം എ ഒമേഗ സ്ക്വയർ, ബിക്കോസ് ഇറ്റ് ഈസ് സിമ്പിൾ ഹാർമോണിക്കലി ഓസിലേറ്റ്സ്. എ ഒമേഗ സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു ഓർ ലെസ് ദാൻ ജി, then only that block can be remain at rest on the platform. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ഹാർമോണിക് മോഷനുള്ള എക്സാമ്പിൾസ് നമ്മൾ കണ്ടു, കുറേ എണ്ണം കണ്ടു. സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം, സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് പെൻഡുലം. വേറൊരു എക്സാമ്പിൾ നോക്കൂ, ഓസിലേഷൻ ഓഫ് ലിക്വിഡ് ഇൻ എ യൂട്യൂബ്. സി ദിസ് ഈസ് എ യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്കൽസ് ലോ അനുസരിച്ച് ഈ പോയിന്റിലും ഒരേ പ്രഷർ വരണം. അങ്ങനെ വരണമെങ്കിൽ രണ്ട് ലിംബുകളിലെ ലിക്വിഡ് ലെവൽ സെയിം ആയിരിക്കണം. പിന്നെ ഈ പോർഷനിലുള്ള ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ എമൗണ്ട് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യാറുള്ളത്. മേജർ എമൗണ്ട് ഈ ആമിലും ഈ ആമിലായിട്ട് നിൽക്കുന്നു. ടോട്ടൽ മാസ് ഓഫ് ദ ലിക്വിഡ് ഈസ് എം. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ട്യൂബ് ഈസ് എ. വേണമെങ്കിൽ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഹൈറ്റ് നമുക്ക് എച്ച് എന്ന് എടുക്കാം, എച്ച്. ഓക്കെ, ദെൻ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്തു, ഡിസ്റ്റർബ് ചെയ്തു. ഒരു ഇൻസ്റ്റൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഇവിടെ വൈ ഹൈറ്റ് റൈസ് ചെയ്തു, അപ്പോൾ ഇവിടെ വൈ ഹൈറ്റ് ലോവർ ചെയ്യപ്പെടും. ഓക്കെ, ദെൻ എന്ത് സംഭവിക്കും അറിയാം നിങ്ങൾക്ക്? ഇപ്പോൾ ഈ പോയിൻറ്റും കൂടെ നോക്കൂ. ഈ പോയിൻ്റ് എടുക്കും നിങ്ങൾ. ആ പോയിൻ്റ് എടുത്താൽ എന്ത് സംഭവിക്കും? ഈ പോയിന്റിൽ ദിസ് മച്ച് ലിക്വിഡ് എക്സർട്ട് ചെയ്യുന്ന അഡീഷണൽ പ്രഷർ വരും. ഓൾറെഡി പ്രഷർ ഉണ്ട്, അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ട്.
അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. അഡീഷണലായി വന്ന റീസ്റ്റോർ ചെയ്യപ്പെടുന്ന ഫോഴ്സ് നോക്കാം. ആ റീസ്റ്റോറിങ് ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എക്സർട്ടഡ് ബൈ 2y ഹൈറ്റ് ഓഫ് ലിക്വിഡ്. എന്തുകൊണ്ടാണ് 2y? ഇവിടെ y താഴ്ന്നപ്പോൾ ഇവിടെ y ഉയർന്നിട്ടുണ്ട്, അതുകൊണ്ട് 2y ആണ് ടോട്ടൽ ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ അയാൾ എക്സർട്ട് ചെയ്യുന്ന പ്രഷർ ഇൻറ്റു ഏരിയ, പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം പ്രഷർ P ഈസ് ഈക്വൽ ടു എച്ച് റോ ജി അല്ലേ വരുന്നത്. അഡീഷണലായിട്ട് ഡെവലപ്പ് ചെയ്ത പ്രഷറാണ് കേട്ടോ എച്ച് റോ ജി, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. എച്ചിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 2y എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2y ഇൻറ്റു റോ ഇൻറ്റു ജി ആണ് പ്രഷർ, എക്സസ് പ്രഷർ, അഡീഷണൽ പ്രഷർ ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ. പ്രഷർ ഇൻറ്റു ഏരിയ ആണല്ലോ ഫോഴ്സ്. ഓക്കെ, ദെൻ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സലറേഷൻ കിട്ടാൻ എന്ത് ചെയ്തു? റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. സോ 2 റോ ജി എ ബൈ എം. ഇതിനെ നമുക്ക് എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈയുമായിട്ട് കമ്പയർ ചെയ്യാം, മൈനസ് ഒമേഗ സ്ക്വയർ വൈ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. വൈ ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടും ഒമേഗ ഈസ് ഈക്വൽ 2 റോ ജി എ ബൈ എം ഓർ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 റോ ജി എ ബൈ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം? ഇനീഷ്യലി ഉണ്ടായിരുന്ന മാസ് നോക്കൂ, ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്, ഹൈറ്റ് എച്ച് ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മാസ് ഈസ് ഈക്വൽ വോളിയം. ഇപ്പോൾ എ ഇൻറ്റു എച്ച് ഇൻറ്റു റോ ആണല്ലോ, ഇൻറ്റു 2 വേണം, കാരണം ഈ ലിമ്പിലും ലിക്വിഡ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 2. ഈ പോർഷനിൽ നമ്മൾ നെഗ്ലിജിബിൾ എമൗണ്ട് ആണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 ടൈംസ് എ എച്ച് റോ ആണ് മാസ് വരുന്നത്. സോ 2 ടൈംസ് എ എച്ച് റോ. അപ്പോൾ നമ്മുടെ എന്ത് ക്യാൻസലായി പോകുന്നു? എ ക്യാൻസൽ ആവുന്നു, റോ ക്യാൻസൽ ആവുന്നു, 2 ക്യാൻസൽ ആവുന്നു. അപ്പോൾ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കമോൺ ജി ബൈ എച്ച് എന്ന് വരുന്നു, ജി ബൈ എച്ച്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എന്ത് എഴുതാൻ പറ്റും? എച്ച് ബൈ ജി. 2π ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് ബൈ ജി. എച്ച് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഈ ഹൈറ്റാണ് എച്ച്. ടി ഈസ് ഈക്വൽ 2π ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് ബൈ ജി. അതായത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈസ് ചെയ്തു, തിരിച്ചിങ്ങോട്ട് വരുന്നു, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ എത്താനെടുക്കുന്ന ആ ടൈം, ഈ ലെവൽ താഴേക്ക് ഇറങ്ങി വീണ്ടും ആ ലെവൽ എവിടേക്ക് തന്നെ വരാനെടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ്. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷനാണ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് ബൈ ജി. പ്രൊവൈഡഡ്, ഓർമ്മിക്കണം, ദിസ് ലിക്വിഡ് ഈസ് എ നോൺ വിസ്കസ് ലിക്വിഡ് ആൻഡ് യു നെഗ്ലക്ട് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദാറ്റ് ലിക്വിഡ് ആൻഡ് ദി സേ ഇഫ് ദ YouTube is made of glass, then you neglect the frictional force between liquid and the glass portion. Okay, 2π into root of h by g. Another example നോക്കൂ. Find the time period of oscillation of a body placed on a tunnel dug into earth. First along the diameter of earth. So this is earth. Okay, then you made a tunnel along the diameter of earth. Then you drop a body through the tunnel. What happens? ബോഡിയെ നമ്മൾ ഇവിടെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ബോഡി എർത്തിൻ്റെ സെൻറ്ററിലോ അട്രാക്ട് ചെയ്യും. അങ്ങനെ ബോഡി എവിടെ എത്തും? സെൻറ്ററിലെത്തും. ബോഡി സെൻറ്ററിലെത്തിയാൽ സ്റ്റോപ്പ് ആവുമോ? നോ. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇനേർഷ്യ ആയിട്ട് മൂവ് ടു ദ അതർ സൈഡ്. സപ്പോസ് ഇവിടെ ഇന്ത്യ ആണെങ്കിൽ ഇയാൾ എവിടേക്ക് പോകുന്നു? ഓപ്പോസിറ്റ് സൈഡ് അമേരിക്കയാണെന്ന് വിചാരിച്ചോളൂ, അമേരിക്കയിലേക്ക് പോകുന്നു. ഈ സെൻറ്റർ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും അറിയുമോ? നിങ്ങൾക്കറിയാം, ഫോഴ്സ് ഓപ്പോസിറ്റ് ആവും. എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് ആവുന്നത്? ആൾവേസ് ഫോഴ്സ് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ എർത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്താൽ ബോഡി സെൻറ്ററിൽ വന്ന് സ്റ്റോപ്പ് ആവുന്നില്ലേ? ഇനേർഷ്യകാരൻ താഴേക്ക് പോയി ഇവിടെ എത്തിയാൽ ഒന്ന് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പായാൽ എന്ത് ചെയ്യും? വീണ്ടും എർത്ത് സെൻറ്ററിലോട്ട് പിടിച്ച് വലിക്കും, തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ എത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? നോ. ഇനേർഷ്യകാരൻ മുകളിലോട്ട് വരും. മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ അതർ എൻഡിലോട്ട് വരും. സോ വെൻ യു ഡ്രോപ്പ് എ ബോഡി ത്രൂ ദ tunnel which is along the diameter of earth, what happens? The body will execute simple harmonic motion. ഡ്രോപ്പ് ചെയ്ത ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ടണൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വിചാരിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് താഴേക്ക് ചാടിയെന്ന് വിചാരിച്ചോളൂ. യു വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അമേരിക്ക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ടൈം പീരീഡ് കാണുന്നത്. ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ അറിയാം. എന്താ? ഒരു ഇൻസ്റ്റൻറ്റിൽ ബോഡി ഈസ് ഹിയർ at a distance y from the center. ഇപ്പോൾ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി A is equal to g dash.
നമുക്ക് റീസ്റ്റോറിംഗ് എന്ന് കാണിക്കാൻ മൈനസ് ജി ഡാഷിന് കൊടുക്കാം. ജി ഡാഷ് എങ്ങനെ കാണും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് കാണാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ഇക്വേഷൻ? മൈനസ് ജി എം ഡിവൈഡർ ബൈ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ. ഗ്രാവിറ്റേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. ഇൻസൈഡ് പോയിന്റിലെ ഗ്രാവിറ്റി കാണാനുള്ള ഇക്വേഷൻ മൈനസ് ജി എം ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ. ഓർ ആക്സലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ഡിവൈഡർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു വൈ ഡിവൈഡർ ബൈ ആർ എന്നാക്കാം. എന്ത് ചെയ്തു? ദിസ് ആർ ഈസ് റീപ്ലേസ്ഡ് ബൈ വൈ. ഈ ദൂരം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ. നമുക്ക് ഈ പോയിന്റ് എർത്തിൻ്റെ സെൻറ്ററാണ് മീൻ പൊസിഷൻ ആക്കി എടുക്കുന്നത്. ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് ടു ആൻഡ് ഫ്രോ മോഷൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആർ ഈക്വൽ ടു വൈ എന്ന് എടുത്തു. ആർ ക്യൂബിനെ ഞാൻ ആർ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്തിനറിയോ? ഈ ജി എം ബൈ ആർ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ഓൺ ദ സർഫസ്. സോ എ ഈസ് ഈക്വൽ ടു മൈനസ് ജി ബൈ ആർ ഇൻറ്റു വൈ. ഈ ജി എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലെ ഗ്രാവിറ്റി അല്ല. ദിസ് ജി ഇസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ്. ക്ലിയർ ആയല്ലോ? ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കമ്പയർ ചെയ്യാം. എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈയുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ജി ബൈ ആർ എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ബൈ ജി എന്ന് വരുന്നു. 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ബൈ ജി. ഈ വാല്യൂ നിങ്ങൾ ഗ്രാവിറ്റേഷനിൽ കണ്ടിട്ടുണ്ട്. ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് റിവോൾവിംഗ് ക്ലോസ് ഓർബിറ്റ് അറൗണ്ട് എർത്ത് 84.6 മിനിറ്റ്സ്. അതേ വാല്യൂവിനാണ് ഇവിടെയും വരുന്നത്. 84.6 മിനിറ്റ്സ്, നിയർലി 5000 സെക്കൻഡ്സ്. ഓക്കെ. അപ്പോൾ വെൻ യു ഡ്രോപ്പ് എ ബോഡി ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ത്രൂ എ ടണൽ, ദ ബോഡി വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നിങ്ങൾ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ ബോഡി ഇതാ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇനി നിങ്ങൾ ഇവിടെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു ടണൽ ഉണ്ടാക്കി എന്നിട്ട് ഇവിടെ കൊണ്ടുപോയാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ഇതാ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഇനി നിങ്ങൾ ഇതാ ഇവിടെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ബോഡി ഇതാ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഇരിക്കും. കാരണം എന്താ? അവിടെ ഗ്രാവിറ്റി സീറോ അല്ലേ. പക്ഷെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ എത്തുമ്പോൾ ബോഡിക്ക് ഇനേർഷ്യ ഉണ്ട്. അതുകൊണ്ടാണ് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അനദർ എക്സാമ്പിൾ. Along the diameter of earth you made a tunnel and then you drop a body through the tunnel, the body will execute simple harmonic motion. And the result is 2π into root of r by g. It is equal to 84.6 minutes. Not only through the diameter, anywhere in the earth, നിങ്ങൾ ടണൽ ഉണ്ടാക്കി എവിടെ വേണമെങ്കിലും ആവാം. ദാ സേ ഇങ്ങനെ ചെയ്യും. ഇതാ നോക്കൂ. ഈ കേസിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന താഴേക്കാണെങ്കിൽ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് സെൻറ്റർ ഓഫ് ദ എർത്ത്. വേറെ ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണത് ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്യുന്നു. നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയറിൽ മുന്നോട്ട് പോകുന്നു. ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫോഴ്സ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഈ എം ഇൻറ്റു ജി ഡാഷ്. ജി ഡാഷ് കണ്ടുപിടിക്കണം. ഇതാണ് എം ജി എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമുക്കറിയാം ഇതാണല്ലോ ഈ പോയിന്റിനെ ബേസ് ചെയ്താണല്ലോ ഓസിലേറ്റ് ചെയ്യുന്നത്. ടണൽ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഫോഴ്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ എം ജി ഡാഷ് എന്തെടുക്കണം? എം ജി ഡാഷ് സൈൻ തീറ്റ വേണം. സൈൻ തീറ്റ. എന്തുകൊണ്ടാണ് സൈൻ തീറ്റ എടുക്കുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. സൈൻ തീറ്റ എടുക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം ഇതാണ് എം ജി. അപ്പോൾ അയാളെ നമ്മളിതാ ഇവിടേക്കുമായിട്ട് റിസോൾവ് ചെയ്തു. അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇതാ ഇവിടേക്കുള്ള ഫോഴ്സ് ഈ എർത്തിൻ്റെ സർഫസുമായിട്ടുള്ള നോർമൽ റിയാക്ഷനുമായി ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ അൺബാലൻസ്ഡ് ആയി വരുന്ന ഫോഴ്സ് എം ജി സൈൻ തീറ്റയാണ്. ഈ പോയിന്റിൽ എത്തുമ്പോൾ എം ജി സൈൻ തീറ്റ 0 വരും. പക്ഷേ ഇനേർഷ്യ കാരണം ബോഡി എവിടേക്ക് വരും? ഇതാ താഴേക്ക് വരും. ഇവിടെ എത്തും. എന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോരും. ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുക കിടന്നിട്ട്. ഇവിടെ നിന്നാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് തീറ്റയാണ്, ഈ ആംഗിൾ തീറ്റയാണ്. അപ്പോൾ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ജി ഈസ് ഈക്വൽ മൈനസ് ഈ എം ഇൻറ്റു ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡർ ബൈ എത്ര ഡിസ്റ്റൻസ് ആണത്? നമുക്ക് നേരത്തെ എടുത്ത പോലെ ഈ ഡിസ്റ്റൻസ് എടുക്കാം. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെൻറ്ററിലോട്ടുള്ള ദൂരം നമുക്ക് ആർ എന്ന് എടുക്കാം. ആർ ഡിവൈഡർ ബൈ ജി എം ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ ദെൻ ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് സൈൻ തീറ്റയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്. ഈ ദൂരം നമുക്കൊരു കാര്യം ചെയ്യാം, വൈ എന്ന് എടുക്കാം. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ സ്മോൾ ആർ എന്ന് വരും. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ സ്മോൾ ആർ എന്ന് വരും. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ആർ കട്ടായി പോകും ഇവിടെ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ജി എം ഡിവൈഡർ ബൈ ആർ ക്യൂബ് ഇൻറ്റു
വൈ എന്ന് വരുന്നു. ഓർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം എ ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ മൈനസ് എം ഇൻറ്റു ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു വൈ ഡിവൈഡർ ബൈ ആർ എന്ന് മാറ്റി എഴുതി. ഈ ജി എം ബൈ ആർ സ്ക്വയറിനെ നമ്മൾ സ്മോൾ ജി ആക്കി മാറ്റുന്നു. അപ്പോൾ എം ക്യാൻസലായി പോകുന്നു. അപ്പോൾ ആക്സലറേഷൻ ഈസ് ഈക്വൽ മൈനസ് ജി ബൈ ആർ ഇൻറ്റു വൈ എന്ന് വരുന്നു. സെയിം റിലേഷൻഷിപ്പ് ആക്സലറേഷൻ ഈസ് ഈക്വൽ മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്ന് വരുന്നു. അപ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ബൈ ആർ എന്ന് വരുന്നു. ഒമേഗ ഈക്വൽ റൂട്ട് ജി ബൈ ആർ എന്ന് വരുന്നു. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ബൈ ജി. സീ ദ റിസൾട്ട്. ടണൽ എർത്തിൻ്റെ സെൻറ്ററിൽ, അതായത് ഡയമീറ്ററിലൂടെ ആണെങ്കിലും നിങ്ങൾ അതിന് പകരം എനിവേർ, സപ്പോസ് ഇവിടെ ഇന്ത്യയും ഇവിടെ ചൈനയും, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്ക് നിങ്ങളൊരു ടണൽ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ. എന്നിട്ടൊരു ബോഡിയെ ഡ്രോപ്പ് ചെയ്താലും TSകൾ 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ബൈ ജി തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഡെറിവേഷന് ഒരു ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇരിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഫോഴ്സ് എവിടേക്കാണ്? എർത്തിൻ്റെ സെൻറ്ററിലോട്ടാണ്. ഇവിടെ ആകുമ്പോൾ എർത്തിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കമ്പോണൻ്റ് എടുത്ത് ചെയ്യണം. പക്ഷേ ഫൈനൽ റിസൾട്ട് സെയിം ആണ്. അപ്പം നിങ്ങൾ മെമ്മറിയിൽ കീപ്പ് ചെയ്തോളൂ. ടണൽ ഡയമീറ്ററിലൂടെ ആയാലും അതുപോലെ അതൊരു കോഡ് പോലെയാണെങ്കിലും ടൈം പീരീഡ് ഈ സെയിം. TSകൾ 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ബൈ ജി. ഓക്കെ, ഇനി ഓർമ്മിച്ച് വെച്ചോളൂ. ഞാൻ ഇവിടുന്ന് ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്തു. ഇവിടെ എത്താൻ എത്ര സമയം എടുക്കും? അതർ എൻഡ്. ഇപ്പോൾ ഇവിടെ ഇന്ത്യ, ഇവിടെ അമേരിക്ക, സപ്പോസ് അങ്ങനെ വിചാരിക്കും നിങ്ങൾ. അങ്ങനെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ എത്താൻ എത്ര സമയം വേണം? 84.6 ആണല്ലോ ഓരോ ഓസിലേഷനിൽ. അപ്പോൾ അറൗണ്ട് 42 മിനിറ്റ്സ്. ഇങ്ങനെ എത്താൻ 42 മിനിറ്റ്സ്. എർത്തിൻ്റെ സെൻറ്ററിൽ എത്താൻ അതിൻ്റെ പകുതി 21 മിനിറ്റ്സ്. മനസ്സിലായല്ലോ? അതായത് ഇവിടെ നിന്ന് പോയി താഴെ വന്ന് തിരിച്ചിവിടേക്ക് വരാൻ 84.6. ഈ പോയിന്റിൽ നിന്ന് ഇതുവരെ വന്ന് ഇവിടേക്ക് എത്താനും 84.6. ഈ പോയിന്റിൽ വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ വന്ന് തിരിച്ച് അവിടേക്ക് എത്താനും 84.6. ഇനി ഇവിടെ വരൂ. ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ സെൻറ്ററിൽ വന്ന് താഴെ വന്ന് തിരിച്ച് വരേണ്ടെടുക്കുന്ന ടൈം 84.6. ഇവിടെ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ സെൻറ്ററിൽ വന്ന് ഇവിടെ എത്തി തിരിച്ച് അവിടേക്ക് തന്നെ വരേണ്ടെടുക്കുന്ന ടൈം 84.6. ഗോട്ട് ദ പോയിന്റ്? ഓക്കെ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാം അല്ലേ? നോക്കൂ, ഓസിലേഷൻ ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി. ഇനീഷ്യലി എ സിലിണ്ടർ ഓഫ് മാസ് m, its cross sectional area A, floating in a liquid of density rho. ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വെയിറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ അപ് ത്രസ്റ്റ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് mg ആണ്. mg ഈസ് ഈക്വൽ ടു ഈ മുങ്ങിപ്പോയ ഡെപ്ത് നിങ്ങൾ h എന്ന് വിചാരിച്ചോളൂ, h. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം mg ഈസ് ഈക്വൽ ടു mg എന്ന് പറയുമ്പോൾ അതിൻ്റെ വെയിറ്റ് ആണ്. mg ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ mg ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി സിലിണ്ടർ ഈസ് ഈക്വൽ ടു അപ് ത്രസ്റ്റ് ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു h. വോളിയം വന്നു a ഇൻറ്റു h. കാരണം മുങ്ങിപ്പോയ വോളിയം മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ഈ ലെങ്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ വോളിയം ഇമ്മേഴ്സ്ഡ് എന്നാണ്. a ഇൻറ്റു h ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണേ ഇൻറ്റു ഗ്രാവിറ്റി. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ വെയിറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ അപ് ത്രസ്റ്റ്. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇപ്പോൾ വെയിറ്റ് ആണോ അപ് ത്രസ്റ്റ് ആണോ വലുത്? വെയിറ്റിൻ്റെ അപ് ത്രസ്റ്റും കൂടെ ബാലൻസ് ആയതുകൊണ്ടാണല്ലോ ബോഡി ഇക്വിലിബ്രിയത്തിലായത്, ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം. ക്ലിയർ ആണല്ലോ? ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജസ്റ്റ് ഇയാളെ ഒന്ന് പുഷ് ചെയ്തു. ദാറ്റ് ഈസ് യു ആർ ഗിവിങ് സം ഇമ്പൾസ്. ഒരു പുഷ് ഒന്നങ്ങ് താഴേക്ക് പുഷ് ചെയ്തപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ അയാൾ താഴേക്ക് പോയ ദൂരം y എന്ന് വിചാരിച്ചോളൂ. അവിടെ മാർക്ക് ചെയ്തിട്ട് y ദൂരം താഴേക്ക് ഇറങ്ങി. കണ്ടോ, ഇയാൾ താഴേക്ക് പോകുന്നു. എത്ര ദൂരം പോന്നു? ഓൾറെഡി ഉണ്ടായിരുന്നതുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര പോകുന്നുണ്ട്? y ദൂരം താഴേക്ക് ഇറങ്ങി. അപ്പം നിങ്ങൾക്കറിയാം വാട്ട് ഹാപ്പൻസ് ടു വെയിറ്റ് റിമെയിൻ സെയിം, mg റിമെയിൻ സെയിം. പക്ഷെ y ദൂരം അധികമായി മുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? കമോൺ, എന്ത് സംഭവിക്കും? ആ മുങ്ങിയ ദൂരം എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ അപ് ത്രസ്റ്റ് ബിൽഡ് ചെയ്യും, ന്യൂ അപ് ത്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അധികം വരുന്ന അപ് ത്രസ്റ്റ് ബോഡി എവിടേക്ക് തള്ളും? മുകളിലോട്ട് തള്ളും. അത് നമ്മൾ താഴേക്ക് തള്ളുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മോർ വോളിയം വിൽ ബി ഇമ്മേഴ്സ്ഡ് ഇൻ ദി ലിക്വിഡ്, സോ അപ് ത്രസ്റ്റ് വിൽ ഇൻക്രീസസ്. ദാറ്റ് അപ് ത്രസ്റ്റ് വിൽ ആക്ട്സ് ആസ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓൾറെഡി അപ് ത്രസ്റ്റ് ഉണ്ട്, വെയിറ്റും അപ് ത്രസ്റ്റും കൂടെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. അതിനുശേഷം താഴേക്ക് തള്ളുമ്പോൾ എത്ര വോളിയമാണോ അധികമായി ഇമ്മേഴ്സ് ആവുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ് ത്രസ്റ്റ് ബോഡി മുകളിലോട്ട് തള്ളും. മുകളിലോട്ട് തള്ളിയാൽ ബോഡിക്ക് പഴയ പൊസിഷനിലെത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? ഡ്യൂ ടു ഇനേർഷ്യ ഒന്നങ്ങ് പൊങ്ങും. മുകളിലോട്ട് പൊങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അപ് ത്രസ്റ്റ് കുറയുന്നു. അപ്പോൾ വെയിറ്റ് ഡൊമിനേറ്റ് ചെയ്യുന്ന കാരണം ബോഡി വീണ്ടും ഇവിടെ തന്നെ പോരും, താഴേക്ക് തന്നെ പോരും. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓൾറെഡി ഉണ്ടായിരുന്ന ഈ പൊസിഷനെ ബേസ് ചെയ്ത്
ഇതാ ഈ പൊസിഷനെ ബേസ് ചെയ്ത് ബോഡി താഴേക്ക് വരുന്നു, മുകളിലോട്ട് പോകുന്നു, താഴേക്ക് വരുന്നു, മുകളിലോട്ട് പോകുന്നു. ഇറ്റ് വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓർമ്മയ്ക്ക് ഫ്ലോട്ടിംഗ് ബോഡിക്കേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഏത് ഫോഴ്സ് എടുക്കേണ്ട കാര്യമുള്ളൂ? ഡിസ്റ്റർബ് ചെയ്ത സമയത്ത് y ദൂരം അഡീഷണൽ ആയിട്ട് പോയി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ സമയത്തുള്ള അഡീഷണൽ ഫോഴ്സേ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. ദാറ്റ് ഈസ് a ഇൻറ്റു റോ ഇൻറ്റു വൈ. എന്തുകൊണ്ടാണ് a ഇൻറ്റു റോ ഇൻറ്റു വൈ? നമുക്കറിയാം ആക്സലറേഷൻ a ഈസ് ഈക്വൽ ടു എഫ് റീസ്റ്റോറിംഗ് ബൈ എം. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് കേട്ടോ. റീസ്റ്റോറിംഗ് ഫോഴ്സ് കാണാൻ വോളിയം ഇൻറ്റു ഹൈറ്റ് വി വൈ. എന്തുകൊണ്ടാണ്? സോറി, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡിൻ്റെ ഗ്രാവിറ്റി എന്നാണ് വരുന്നത് അല്ലേ. ആ വോളിയത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? വോളിയത്തിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? മൈനസ് എ ഇൻറ്റു വൈ. എന്തുകൊണ്ടാണ് ഈ എച്ച് എടുക്കാത്തത്? ഓൾറെഡി ഉള്ള അപ്ത്രസ്റ്റിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല, അത് ബാലൻസ്ഡ് ആയിരുന്നു. അതിനുശേഷം നിങ്ങൾ താഴേക്ക് തള്ളിയപ്പോൾ ഡെവലപ്പ് ചെയ്ത അഡീഷണൽ അപ്ത്രസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇൻറ്റു റോ ഇൻറ്റു ജി ബൈ എം എന്ന് വരുന്നു. ഇതാ ഈ സ്റ്റെപ്പ് നോക്കൂ. എ ഇൻറ്റു റോ ഇൻറ്റു ജി ഇൻറ്റു മൈനസ് വൈ ബൈ എം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ആരുമായിട്ട് കമ്പയർ ചെയ്യാം? മൈനസ് ഒമേഗ സ്ക്വയർ വൈയുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എ റോ ജി ബൈ എം എന്ന് വരും. അപ്പോൾ ഒമേഗ ഇക്വൽ ടു റൂട്ട് എ റോ ജി ബൈ എം എന്ന് വരുന്നു. ഇനി വേണമെങ്കിൽ ഒരു ചെറിയ മാറ്റം വരുത്താം കേട്ടോ. ടൈം പീരീഡ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ എ റോ ജി. ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് നമുക്ക് വരുത്താം. റൂട്ട് ഓഫ് എ റോ ജി ബൈ മാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മാസ് ഓഫ് ദ സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ മാസ്, അതായത് ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ മാസ് എത്രയാണ് വരിക? കമോൺ, എ ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ടോട്ടൽ ലെങ്ത് എടുക്കണം അല്ലേ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ നിങ്ങൾ എൽ എന്ന് വിചാരിച്ചോളൂ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സിലിണ്ടർ എൽ. അപ്പോൾ എ ഇൻറ്റു എൽ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ സിലിണ്ടർ മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ എയും കൂടെ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഇക്വേഷനും നമുക്ക് എഴുതാം. അപ്പോൾ പ്രൊസീജിയർ മനസ്സിലായല്ലോ. ഇനീഷ്യലി സിലിണ്ടർ ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് ഇറ്റ്സ് വെയിറ്റ് ഈസ് ബാലൻസ്ഡ് ബൈ അപ്ത്രസ്റ്റ്. ദെൻ അതിനുശേഷം യു ഡിസ്റ്റർബ് ദ ബോഡി ബൈ അപ്ലൈയിങ് സം ഫോഴ്സ്. ഒരു ഇൻസ്റ്റൻറ്റിൽ ബോഡി വൈ ദൂരം അഡീഷണൽ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്ത് താഴേക്ക്. ആ വൈ ദൂരം അഡീഷണലായി ഡിസ്പ്ലേസ് ചെയ്യുന്ന സമയത്ത് അവിടെ അപ്ത്രസ്റ്റിൻ്റെ വാല്യൂ കൂടുന്നു. ഇൻക്രീസ് ഇൻ അപ്ത്രസ്റ്റ് ഈസ് എ ഇൻറ്റു വൈ ഇൻറ്റു റോ ഇൻറ്റു ജി. ആ അഡീഷണലായി വരുന്ന അപ്ത്രസ്റ്റ് ബോഡിയുടെ മുകളിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുകയും ബോഡിയെ മുകളിലോട്ട് തള്ളുകയും ചെയ്യുന്നു. ബോഡിയെ മുകളിലോട്ട് തള്ളുമ്പോൾ പഴയ പൊസിഷനിലെത്തിയാൽ ബോഡിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഇനേർഷ്യ കാരണം ബോഡി ഒന്നുകൂടെ മുകളിലോട്ട് പൊങ്ങി എന്ത് സംഭവിക്കും? നമ്മുടെ അപ്ത്രസ്റ്റിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ വെയിറ്റ് കാരണം എന്ത് സംഭവിക്കുന്നു? ആ ഇൻക്രീസ്ഡ് വെയിറ്റ് ബോഡി എവിടേക്കാണ് വലിക്കും? താഴേക്ക് തന്നെ വലിക്കും. താഴെ വരുമ്പോൾ പഴയ പൊസിഷനിലെത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഡ്യൂ ടു ഇനേർഷ്യ കാരണം താഴേക്ക് പോകും. ഇപ്പം നോൺ വിസ്കസ് ലിക്വിഡ് ആണെങ്കിൽ വൺസ് നമ്മൾ അവനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഈ ഒരു ലൈനെ ബേസ് ചെയ്തുകൊണ്ട് മുകളിലേക്കും താഴേക്കും ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് 2π റൂട്ട് ഓഫ് എം ബൈ എ റോ ജി. ഓക്കെ, ദെൻ മാസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? Another example for simple harmonic motion നോക്കൂ. A cylindrical piston. ഇതാണ് piston of mass m. ഇയാളുടെ മാസാണ് m. ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ a. ഇയാളുടെ ക്രോസ് സെക്ഷണൽ ഏരിയ a ആണ്. A slide smoothly inside a long cylinder. ഇതാണ് സിലിണ്ടർ. At one end എൻക്ലോസിങ് സെർട്ടൈൻ മാസ് ഓഫ് ഗ്യാസ്. ഇതിനകത്ത് ഗ്യാസ്, ഈ ഡാർക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ദ സിലിണ്ടർ ഈസ് കെപ്റ്റ് വിത്ത് ഇറ്റ്സ് ആക്സിസ് ഒറിസോണ്ടൽ. ഓക്കെ, ഇഫ് ദ പിസ്റ്റൺ ഈസ് ഡിസ്റ്റർബ്ഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഇറ്റ് ഓസിലേറ്റ്സ് സിമ്പിൾ ഹാർമോണിക്കലി. ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻസ്. പറയാം നോക്കൂ. ഇനീഷ്യലി ഈ സിലിണ്ടർ ഉണ്ടല്ലോ, നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സിലിണ്ടർ, അയാൾ ഇക്വിലിബ്രിയത്തിലാണ്. എന്തുകൊണ്ടാണ് ഇക്വിലിബ്രിയം വരാനുള്ള കാരണം ഇതിനകത്തിരിക്കുന്ന ഗ്യാസ് എക്സർട്ട് ചെയ്ത പ്രഷറും, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സും, അതുപോലെ പുറത്ത് നിങ്ങൾക്ക് അറിയാം എയർ ഉണ്ട്, എയർ മോളിക്യൂൾസ് എക്സർട്ട് ചെയ്യുന്ന പ്രഷറിന് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി ദിസ് സിലിണ്ടർ ഈസ് ഇൻ ഇക്വിലിബ്രിയം ബിക്കോസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് 0. എങ്ങനെയാണ് നെറ്റ് ഫോഴ്സ് 0 ആയത്? ഗ്യാസ് മോളിക്യൂൾസ് എക്സർട്ട് ചെയ്ത ഫോഴ്സും പുറത്ത് ഔട്ട്സൈഡ്
അറ്റ്മോസ്ഫറിക് പ്രഷറുകാരുണ്ടായ ഫോഴ്സും കൂടെ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്. അതാണ് ഇക്വിലിബ്രിയം. അതിനുശേഷം നമ്മൾ ഈ സിലിണ്ടറിനെ ഒന്ന് ഉള്ളിലോട്ട് തള്ളുന്നു. ഉള്ളിലോട്ട് തള്ളി എന്താ സംഭവിക്കുക? നിങ്ങൾ പറ. യെസ്, ഇതിനുള്ളിലുള്ള വോള്യം ഡിക്രീസ് ചെയ്യുന്നു. വോള്യം ഓഫ് ദ ഗ്യാസ് ഡിക്രീസസ്. സോ എന്ത് സംഭവിക്കും? പ്രഷർ ഇൻക്രീസസ്. ടെമ്പറേച്ചറിൽ കാര്യമായ വ്യത്യാസം വന്നില്ല എന്ന് അസ്യൂം ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ ആ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻക്രീസ്ഡ് പ്രഷർ കാരണം ഉണ്ടാകുന്ന അഡീഷണൽ ഫോഴ്സ് നമ്മുടെ സിലിണ്ടറിനെ പുറത്തോട്ട് തന്നെ തള്ളുന്നു. ഈ പൊസിഷനിലെത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനേർഷ്യക്കാരൻ ഇത്തിരി കൂടെ അങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അങ്ങനെ നീണ്ടു പോവോ? ഇല്ല. കാരണം എന്താ? ഇതിനകത്തുള്ള പ്രഷർ കുറയും. ഒപ്പം അറ്റ്മോസ്ഫറിക് പ്രഷർ അതുപോലെ നിൽക്കുന്നുണ്ട്. ആ അറ്റ്മോസ്ഫറിക് പ്രഷർ അവനെ തിരിച്ചു തള്ളും. തിരിച്ചു തള്ളുമ്പോൾ വീണ്ടും ഈ പൊസിഷനിലെത്തിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? നോ. ഡ്യൂ ടു ഇനേർഷ്യ ഒന്നുകൂടെ ഉള്ളിലോട്ട് വരും. അപ്പോൾ വീണ്ടും ഗ്യാസിൻ്റെ പ്രഷർ കൂടും, തിരിച്ചു തള്ളും. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വിലിബ്രിയം പൊസിഷനിലിരിക്കുന്ന ഈ പിസ്റ്റണെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്താൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ഇൻസ്റ്റൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിതാ ഉള്ളിലോട്ട് തള്ളി. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റിൽ എക്സ് ദൂരം ഡിസ്പ്ലേസ്ഡ് ആയി. അപ്പോൾ ഇതിനകത്തുള്ള എന്ത് കൂടും? പ്രഷർ കൂടും. കാരണം എന്ത് കുറഞ്ഞു? വോള്യം കുറഞ്ഞു. നമുക്ക് അസ്യൂം ചെയ്യാം ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പി വി ഈസ് എ കോൺസ്റ്റൻറ്റ്, പ്രഷർ ഇൻടു വോള്യം ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒരു അസംഷൻ നടത്തിയിട്ടുണ്ട്. ആസ് ദ ചേഞ്ച് ഇൻ വോള്യം ഈസ് വെരി സ്മോൾ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. പി ഇൻറ്റു ഡെൽറ്റ വി പ്ലസ് വി ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ 0. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഡെൽറ്റ വി പി ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് വി ഡി പി എന്ന് എഴുതാം. ശരിയല്ലേ? പി ഈസ് ദ ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള പ്രഷർ, ഡി വി ഈസ് ദ ചേഞ്ച് ഇൻ വോള്യം, വി എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റൻറ്റിലുള്ള വോള്യം, ഡി പി എന്ന് പറയുമ്പോൾ പ്രഷറിലുള്ള ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇൻക്രീസ് ഇൻ പ്രഷർ ഡി പി ഈസ് ഈക്വൽ മൈനസ് പി ഇൻറ്റു ഡി വി ഡിവൈഡർ ബൈ വി. കറക്റ്റ് അല്ലേ? പി ഇൻറ്റു ഡി വി ഡിവൈഡർ ബൈ വി. ഓക്കെ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് എന്ന് എടുക്കാം. റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡി പി ഇൻറ്റു എ. ഡി പി ഇൻറ്റു എ. എന്തുകൊണ്ടാണ് ഡി പി ഇൻറ്റു എ? ഫോഴ്സ് ഈസ് ഈക്വൽ പ്രഷർ ഇൻറ്റു ഏരിയ. സോ റീസ്റ്റോറിങ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു, റീസ്റ്റോറിങ് ഫോഴ്സ് ആരുടെ മുകളിലാണ്? റീസ്റ്റോറിങ് ഫോഴ്സ് ഓൺ ദ പിസ്റ്റൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി പി. ഡി പി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡി പി ഈസ് ഈക്വൽ ടു കമോൺ മൈനസ് പി ഇൻറ്റു ഡി വി ഡിവൈഡർ ബൈ വി ഇൻറ്റു എ എന്ന് വരുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മാസ് ഇൻറ്റു ആക്സലറേഷൻ, മാസ് ഓഫ് ദ പിസ്റ്റൺ ഇൻറ്റു ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു എ ബൈ വി ഇൻറ്റു വാട്ട് ഈസ് ഡി വി? ഡി വി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, ഡി വി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വോള്യം എന്ന് പറയുമ്പോൾ എക്സ് ദൂരല്ലേ ഉള്ളിലോട്ട് പോയത്. അപ്പോൾ എക്സ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലേ ചേഞ്ച് ഇൻ വോള്യം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ നമുക്ക് എ ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഓക്കെ, എ ഇൻറ്റു എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു? ആക്സലറേഷൻ എ ഈസ് ഈക്വൽ മൈനസ് പി എ സ്ക്വയർ ബൈ എം വി ഇൻറ്റു എക്സ് എന്ന് വരുന്നു. ഇനി ഈ അറേഞ്ച്മെൻറ്റിൽ ഒരു കാര്യം കൂടെ ഇവർ ചെയ്തിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ വോള്യത്തിന് പകരം എ ഇൻറ്റു എച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് എടുക്കാം. ഇനീഷ്യലി ഉണ്ടായിരുന്ന വോള്യം എന്ന് പറയുമ്പോൾ ഇതാണ് എച്ച്, മാർക്ക് ചെയ്തിട്ടുണ്ട്, എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ഇൻറ്റു എച്ച് ആണ് ഇനീഷ്യൽ വോള്യം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, എ ഈസ് ഈക്വൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ പി എ സ്ക്വയർ ബൈ എം വി, ഒമേഗ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് പി എ സ്ക്വയർ ബൈ എം വി. ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് ദ ടൈം പീരീഡ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റും കൂടെ നടത്താം. ആക്സലറേഷൻ എ ഈസ് ഈക്വൽ മൈനസ് പി ഇൻറ്റു എ സ്ക്വയർ, വേർ പി ഇസ് ദ ഇനീഷ്യൽ പ്രഷർ കേട്ടോ, ആദ്യം ഉണ്ടായിരുന്ന പ്രഷറാണ്. പി എ സ്ക്വയർ ഡിവൈഡർ ബൈ എം, എം അവിടെ നിൽക്കട്ടെ, എം ഈസ് ദ മാസ് ഓഫ് ദി പിസ്റ്റൺ. കാരണം അയാളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ അയാളുടെ മാസ് എടുക്കണം. ഇൻറ്റു വോള്യം എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന വോള്യമാണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു എച്ച്, എ എച്ച്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എയും എയും കട്ട് ചെയ്ത് കളയാം. ഇൻറ്റു എക്സ് വരുന്നുണ്ട്, എക്സ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഉണ്ടോ, പി ഉണ്ട്, ഒരു എ പോയി, പി എ ഡിവൈഡർ ബൈ എം എച്ച് എന്ന് വരുന്നു. ഇത് ഫോഴ്സാണ്. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എം എച്ച് വരുന്നു ഇൻറ്റു എക്സ്, ഇത് മൈനസ് ആയി. അപ്പോൾ അങ്ങനെ എഴുതാം നമുക്ക്. ആക്സലറേഷൻ ഈസ് ഈക്വൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അങ്ങനെ പറയുമ്പോൾ ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ പി എ ഡിവൈഡർ ബൈ എം എച്ച്. പി ഈസ് ദ ഇനീഷ്യൽ പ്രഷർ, എ ഈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സിലിണ്ടർ, എം ഈസ് ദ മാസ് ഓഫ് ദ പിസ്റ്റൺ, എച്ച് ഈസ് ദ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഈ ലെങ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായോ? ഇനീഷ്യലി പ്രഷർ പി, വോള്യം വി, ഇക്വിലിബ്രിയത്തിലാണ് പിസ്റ്റൺ.
കാരണം ഈ ഗ്യാസ് എക്സർട്ട് ചെയ്ത ഫോഴ്സും എക്സ്റ്റേണൽ അറ്റ്മോസ്ഫിയറിക് എയർ എക്സർട്ട് ചെയ്ത ഫോഴ്സും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്. ദെൻ നമ്മൾ ഇയാളെ ഇങ്ങോട്ട് തള്ളുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ സിലിണ്ടറിനകത്തുള്ള ഗ്യാസിൻ്റെ വോളിയം കുറയുകയും പ്രഷർ കൂടുകയും ചെയ്തു. ആ ഇൻക്രീസ്ഡ് പ്രഷർ എന്ത് ചെയ്തു? റീസ്റ്റോറിംഗ് ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് പുറത്തോട്ട് തള്ളിയാളെ. ദെൻ അയാൾ ഓസിലേറ്റ് ചെയ്തു. ആ ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് കാണാനുള്ള പ്രൊസീജിയറാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഫിനിഷായി വിത്ത് പ്രോബ്ലംസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ തിയററ്റിക്കൽ കോൺസെപ്റ്റുകൾ NCERT ബേസിലാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ NCERT എല്ലാം വായിച്ചു നോക്കണം നിങ്ങൾ. NCERTയിലെ വർക്ക് ഔട്ട് എക്സാമ്പിൾസ് എല്ലാം ചെയ്യണം. ദെൻ നമ്മുടെ കൊമ്പൻഡിയത്തിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവായിട്ട് വരുന്നത് നിങ്ങളുടെ മുന്നിൽ കൊമ്പൻഡിയം ഡിസ്കഷനായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബേസ് കോൺസെപ്റ്റുകളെല്ലാം നല്ല ഉറപ്പിക്കുക. ഓക്കെ. ദെൻ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഓൺ സ്പോട്ട് നമ്മളത് ക്ലിയർ ചെയ്ത് തരും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കാം. നിങ്ങൾക്ക് നമ്പർ ജസ്റ്റ് ഷെയർ ചെയ്ത് തരാം. 9847041460 കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലാരിറ്റി വരുത്തണം. കാരണം കോൺഫിഡൻസിനെയും കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാരിറ്റി. ഓക്കെ. താങ്ക് യു ഓൾ. വീണ്ടും നമുക്ക് പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.